ഇതുപോലെ ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്താൽ പിന്നെ നമ്മളെങ്ങനെ രാവിലെ എഴുന്നേൽക്കുക, നല്ല തണുപ്പും ഉണ്ടാകുമ്പോൾ നല്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങാനല്ലേ നമുക്ക് പൂതി. ഇപ്പം ഇങ്ങോട്ട് മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോർന്നതേ ഉള്ളൂ കേട്ടോ. നല്ല നിൽക്കാത്ത മഴയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സോഫയിൽ ബെഡിൽ നിന്ന് എണീറ്റ് വന്ന് സോഫയിൽ കിടന്ന് അങ്ങനെ കണ്ണും കാട്ടി കിടക്കുകയായിരുന്നു. അപ്പം അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇന്നലെ രാത്രിയാണ് നമ്മൾ എത്തിയത്. രാത്രി ഇമ്മാനെയൊക്കെ കൊണ്ടാക്കി, നീനുവിനെ കൊണ്ടാക്കി. നമ്മളിവിടെ എത്തുമ്പോൾ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, കിടന്നപ്പോഴും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ 2-3 ദിവസം ഒരുമിച്ചിങ്ങനെ നിന്നിട്ട് പോരുമ്പോൾ ഭയങ്കര മനസ്സിനൊരു എങ്ങനെയാണ് പറയാം, ഒരു വിങ്ങലാണല്ലേ. ഇനിയിപ്പോൾ എന്നാ അങ്ങനെ കൂടുക, എന്നാണ് ഒരുമിച്ച് നിൽക്കുക, അങ്ങനെയുള്ള ഒരു 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 വിങ്ങലാണ്. ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു സങ്കടമൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്നപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സങ്കടവും എന്തൊക്കെയോ പോലെ. അപ്പോൾ ഞാൻ തുത്തൂനും ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഓളും അതേ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ കണ്ണ് തുറന്നപ്പോൾ ഒരു സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ ഓളും പറഞ്ഞു. പിന്നെ ചെറുതായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് ഉമ്മാനെയും ഒക്കെ കൂട്ടിയിട്ട് ഉമ്മാക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ രണ്ടാളെയും വിട്ടല്ലേ ഉമ്മ പോണത്. അപ്പം ഉമ്മാക്കൊന്ന് വീഡിയോ കോൾ ചെയ്ത് കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ട് സമയം പോയിട്ടോ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഹസ്ബൻഡിനെ ഇങ്ങോട്ട് സോപ്പിട്ട് വെച്ചു കേട്ടോ. മൂപ്പർക്ക് ഞാൻ 4 ബ്രെഡും 2 മുട്ടയൊക്കെ പൊരിച്ച് ടോസ്റ്റ് ചെയ്ത് ബട്ടറിലൊക്കെ ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയായിട്ട് അടിപൊളിയാക്കി നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തപ്പം അതോടെ അങ്ങോട്ട് സെറ്റായി. അപ്പോൾ എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കഴിച്ചത്. ഞാൻ ഒരു ബ്രെഡും അതിലൊരു മുട്ടയും വെച്ച് പൊരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ബട്ടറിലൊക്കെ ടോസ്റ്റ് ചെയ്ത് അങ്ങനെ നല്ലൊരു പാൽ ചായ ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ സമയം ഞാൻ അതൊക്കെ അവർക്കൊക്കെ കൊടുത്ത് ഇതുമ്മൂനൊക്കെ വയറ് നിറച്ചതിന് ശേഷം അവർക്കൊക്കെ കൊടുത്തിട്ട് ഇതുമ്മോ ഉണർന്നിട്ടേ ഇല്ല, നല്ല ഉറക്കമാണ്. എൻ്റെ കെട്ടിയവനും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇങ്ങനെ ഫോണും കണ്ട് അങ്ങനെ ഇരുന്നു. ഒരു പണിയും ചെയ്യാനുള്ള ഒരു ഉന്മേഷമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്കങ്ങനെ നമ്മളിപ്പോൾ വീട്ടിൽ പോയി പോരുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള പോലെ അടുത്ത് കുറേ സമയം നിന്നിട്ട് ഇങ്ങനെ പോയി ചെറുതായിട്ടൊരു സങ്കടവും ടെൻഷനൊക്കെ തോന്നും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. വലിയ ജോലികളൊക്കെ ചെയ്യാനും പണികളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കടന്ന് പിന്നെ ഒരു 12 ആയപ്പോൾ എണീറ്റ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കേണ്ടി. രാവിലെ തന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ഇതും വേണമെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നിട്ട് ലേശം മഴയായിട്ട് ചിക്കൻ വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം എൻ്റെ കെട്ടിയോ മുറ്റത്തൊക്കെ നോക്കി അങ്ങനെ നിന്നു. മഴയ്ക്ക് ഒരു അവസാനമില്ല. നല്ല മഴ പെയ്യണോണ്ട് തന്നെ പോയി വാങ്ങാനുള്ളൊരു സന്ദർഭം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് മുട്ട ബിരിയാണി എന്നൊന്നുമില്ല, ചെറുതായിട്ടൊരു മുട്ടച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പെട്ടെന്ന് കിച്ചണിൽ വന്നിട്ട് 2-3 മുട്ടയൊക്കെ ഇട്ട് കുറച്ച് ചോറ് മതിയല്ലോ, മോനും ഹസ്ബൻഡിനും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ 2-3 ഉള്ളി എടുത്ത് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റിയതാ ഈ ഒരു പരുവത്തിലാക്കി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ എനിക്കിഷ്ടമുള്ള മസാലപ്പൊടികളാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ ടേസ്റ്റ് അങ്ങനെ വരട്ടെ അല്ലേ. അങ്ങനെ അതൊക്കെ ഇട്ട് വെളിച്ചെണ്ണയും നെയ്യും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ അതിലാണ് ഈ ഉള്ളിയൊക്കെ വാട്ടിയെടുത്തത്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കിയ ശേഷം 2 മുട്ട ഒടിച്ച് പാർന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തു. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെറുതായിട്ട്, അധികം അങ്ങോട്ട് ചെറുതാക്കി അങ്ങനെയല്ല, കുറച്ചൊരു കടിക്കാനൊക്കെ ഉള്ള പോലെ മുട്ട അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം വെള്ളം പാർന്നു, ആവശ്യത്തിനുള്ള വെള്ളം പാർന്നിട്ട് പിന്നെ ഇച്ചിരി ഉപ്പും സുറുക്കയൊക്കെ പാർന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ടുകൊടുത്തു. സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു വിസിൽ കേട്ടോ, ഒറ്റ വിസിലടിച്ചു. പിന്നെ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ മുട്ടച്ചോറ് കിട്ടിയിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയാണെങ്കിലും ഇടാം. ഞാൻ പിന്നെ പുഴുങ്ങാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് വേഗം അങ്ങനെ മുട്ട ഉടച്ച് പാർന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ചൂട് ആറിക്കോട്ടെ എന്ന് കരുതി ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പി വെക്കുകയാണ്. പിന്നെ 2-3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചിക്കൻ ഇതിലേക്ക് ഇട്ടാൽ പിന്നെ ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ, അതിലങ്ങോട്ട് മിക്സ് ആവും കരുതിയിട്ട് ഞാൻ അത് പിന്നെ ബിരിയാണിക്ക് ഇട്ടില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മല്ലിച്ചപ്പ് പുതിനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇവിടെ എല്ലാ വെജിറ്റബിൾസും അങ്ങോട്ട് ഇട്ടുകൊണ്ട് അങ്ങോട്ട് സെറ്റാക്കിയതാണ്. ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഉള്ളി, തക്കാളി, ക്യാരറ്റും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ടു. നമുക്കുള്ളത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഒക്കെ ഇടാം. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് മാറി 2-3 ദിവസമായിട്ട് വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ഓരോന്ന് സെറ്റാക്കി വരുന്നില്ലേ ഉള്ളൂ. വീട്ടിലൊന്നും ഇല്ല കാര്യമായിട്ടും, ഒക്കെ ഇനി വാങ്ങിയിട്ട് വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ചോറ് വെച്ചു. പിന്നെ ചിക്കനും ഓരോ കഷ്ണം 3 ആൾക്ക് പൊരിച്ചു വിട്ടാൽ എനിക്കും ഇതുമ്മൂനൊക്കെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് അപ്പോൾ വിശക്കണമൊന്നുമില്ല. ഞാൻ ബ്രെഡും കാര്യങ്ങളൊക്കെ തിന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഞാനങ്ങനെ ബ്രെഡ് കുറച്ചൊരു വെയിറ്റ് കൂടുന്ന സാധനമാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ
ഒന്നും കഴിക്കാൻ നിന്നില്ല. വെള്ളം അങ്ങനെ കുടിച്ചിട്ട് ജസ്റ്റ് വീട് പണികളൊക്കെ അങ്ങനെ തീർക്കാണ്. എന്താ അറിയില്ല, എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്. ഇനി നീനുവിൻ്റെ പനി എനിക്ക് കിട്ടിയതാണോ എന്ന് അറിയില്ല, പനി വരികയാണോ എന്നൊന്നും അറിയില്ല. നല്ല തലവേദനയും മേലും കൈയൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിനൊരു മൂടില്ല. അപ്പം ഞാൻ ഇന്ന് എന്താ പറയുക, കിടന്നിടത്ത് അങ്ങനെ അങ്ങോട്ട് കിടന്ന് ഇവിടെ കിടന്ന് അപ്പുറത്ത് കിടന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല മഴയുടെ, പുറത്തൊന്നും വെളിച്ചം കൂടി ഇല്ല. ലൈറ്റ് ഇട്ടാലേ വല്ലതും കണ്ട് കാണുള്ളൂ കേട്ടോ. അപ്പം കുറച്ച് നമ്മൾ പോയി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക ചെയ്യുന്നിട്ട് അടിച്ചു വാരട്ടെ എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ എല്ലാം കൂടി അടുക്കി പെറുക്കി വെച്ച് എനിക്ക് പനിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നി, ഭയങ്കര മേലും കൈക്ക് വേദന. അപ്പോൾ ഞാൻ പിന്നെ അടിച്ചു വാരാനും തുടക്കാനും നിന്നില്ല കേട്ടോ, എനിക്ക് വയ്യ. പിന്നെ അങ്ങനെ കച്ചറായിട്ടില്ല. പോണ അന്ന് എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തുത്തൂൻ്റെ അടുത്ത് പോയപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഞാൻ എല്ലായിടും തുടച്ചൊക്കെ വെച്ചതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നത്. അവിടേക്കെങ്കിൽ പോകുമ്പോൾ എനിക്ക് വീട് അങ്ങനെ അലങ്കോലമായിട്ട് പോകണം ഇഷ്ടമില്ല. കാരണം വന്ന് കയറുമ്പോൾ കുറച്ചൊക്കെ വൃത്തി നമുക്ക് കാണണമല്ലോ, നമ്മളിങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോണ സമയത്ത് എല്ലാം അടുക്കി പൊറുക്കി വൃത്തിയാക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇതാ ഈ കസാലമേലൊക്കെ തൂങ്ങി കിടക്കണം. എന്താ വെച്ചാൽ ഞാൻ തുത്തൂൻ്റെ അടുക്ക് കൊണ്ടുപോയിരുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇതുമൊക്കെ ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ അത് അവിടുന്ന് അലക്കിയിട്ടുണ്ടായിരുന്നു. ഈ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന പാടെ അകത്തങ്ങനെ നിവർത്തി ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി മൊത്തത്തിൽ ക്ലീനിങ് പരിപാടി മടക്കി വെക്കാനുള്ള പരിപാടികളിലാണ് ഇന്ന് ഞാൻ നിന്നത്. അങ്ങനെ ഒരുവിധം ഡൈനിങ് ഹാൾ ഇവിടെയൊക്കെ ഒന്ന് സെറ്റായി, കവറുകളൊക്കെ ഒഴിവാക്കി അതിൽ മുകളിലൊക്കെ കൊണ്ടുപോകാനുള്ളതും അങ്ങനെയൊക്കെ വേറെ വെച്ചു. പിന്നെ താഴത്ത് നമ്മൾ പെട്ടെന്ന് ഇടാനുള്ളതൊക്കെ താഴത്ത് തന്നെയാണ് വെക്കൽ. അങ്ങനെ ഒട്ടപ്പാച്ചിലായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചു. പിന്നെ ഇതാ ഞാനൊരു സാധനം കാട്ടിത്തരാം കേട്ടോ. ഇതാണ് തുത്തു കൊണ്ടുവന്ന ബാംഗ്ലൂരിൽ നിന്ന്. അവളിങ്ങനെ കുറേ ഓഫറിൽ അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊന്ന് എനിക്ക് തന്നതാണ് ഇട്ടത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള പാത്രം കേട്ടോ. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട് അറിയോ, മൊത്തത്തിൽ 5 പാത്രങ്ങളുണ്ട് കേട്ടോ. ഉള്ളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ 5 പാത്രങ്ങളുണ്ട്. ഇതുമ്പോൾ കുളിക്കാൻ ഒരുങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവൾ വെളിച്ചെണ്ണ തേച്ച് ഞാൻ ഈ പാത്രം പൊട്ടിക്കണ കണ്ടപ്പോൾ അവൾ വന്ന് നോക്കാൻ കേട്ടോ. അവൾ എപ്പോഴോ പറയുന്നത് നമ്മളിത് പൊട്ടിച്ച് നോക്കല്ലേ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പൊട്ടി, അതിന് ചെറിയ പാത്രം എന്ത് ഭംഗിയാറിയോ, ക്യൂട്ടായിട്ട് കുഞ്ഞി പാത്രം കേട്ടോ. ഞാൻ പിന്നെ അതുപോലെ തന്നെ വെച്ചു. നമ്മളടുത്ത് ഒരുപാട് അങ്ങനെ പാത്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുറത്തെത്തി കഴിഞ്ഞാൽ ഒക്കെ പിന്നെ അതും കൂടി ഇനി വൃത്തിയായിട്ട് ആവണ്ടല്ലോ നീ അതേപോലെ തന്നെ വെച്ച് നമ്മളവിടെ ഷോക്കേസിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും നല്ല ഐറ്റംസൊക്കെ വെക്കാൻ മാത്രം എടുക്കാമെന്നൊക്കെ കരുതിയിട്ടോ. അതല്ല അങ്ങനെ ഇതാണ് ആ പാത്രം. പിന്നെ നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നേരെ പിന്നെ ബെഡ്റൂം നന്നാക്കാൻ വേണ്ടിയിട്ട് എത്തി. അവിടെ ഞാൻ പോണ അന്ന് തന്നെ തിരുമ്പി മടക്കി വെച്ച ഒരുപാട് തുണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ മോൾക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ, ഇവിടുന്ന് ഇടാനുള്ളതല്ല, മോൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അവിടെ അൽമറയിൽ വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കവറുകളിൽ ഇങ്ങനെ ആക്കി വെച്ച് മോൾക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കവർക്കാക്കി വെക്കുകയാണ്. ഇനി അവിടെ കൊണ്ടുപോയിട്ട് ഒക്കെ അൽമറയിലേക്ക് വെക്കാമെന്നുള്ള കരുതിയിട്ട് മോൾക്കവിടെ പോകുമ്പോൾ ഇതിനകത്തൊക്കെ കൊണ്ടുപോകുള്ളൂ. അതിനായിട്ട് കയറി അറിയണത് മടിയാണ്. ചിലപ്പോൾ ഇതുമുൻ്റെ കൊടുത്തേച്ച് അവിടെ ബെഡിൽ കൊണ്ടുപോയി വെച്ചാളാന്ന് പറയും. ഞാൻ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ശരിയാക്കും. നമുക്കാണെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പെരുന്നാളാവാനായി. ഞാൻ കുറച്ച് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തയ്ക്കാനുണ്ട്. പിന്നെ എൻ്റെ കെട്ടിയവൻ ഇപ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഈ ഷർട്ട് അടിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയില്ല നന്നാവോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ റിസ്ക് എടുത്തൊന്ന് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഇതുമൂന്ന് സ്കൂൾ തുറക്കാനായില്ല, യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ അത് ചെയ്യാണ്ടല്ലോ ഇത് ചെയ്യാണ്ടല്ലോ എന്നുള്ള ഒരുപാട് ഒരു സോയലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചപ്പോഴേക്കും എനിക്ക് പിന്നെ ഭയങ്കര മടിയായി, നല്ല തലവേദനയായി. ഗുളിക എന്തെങ്കിലും കുടിക്കട്ടെ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കണേ. ഏതായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ എന്ന് ഞാനത് നമ്മളെ കോണിമേൽ കൊണ്ടുപോയി വെക്കേണ്ടത്, സ്റ്റെപ്പുമേൽ കൊണ്ടുപോയി വെക്കണം. പോകുമ്പോൾ അങ്ങോട്ട് അത് എടുത്ത് പോകാമല്ലോ എന്ന് കരുതിയിട്ട് കാണുന്നിടത്ത് വെച്ചില്ലെങ്കിൽ അത് മറക്കും. ബെഡ്റൂമിൽ എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾക്ക് കയറുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കും. പിന്നെ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒക്കെ കാണുന്നിടത്ത് തന്നെ സ്റ്റെപ്പുമേൽ കയറി പോകണം, സ്റ്റെപ്പുമേൽ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അവനെ കയറി പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളുമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ടയേർഡായി. സത്യം പറഞ്ഞാൽ നല്ല തലവേദനയും പരിക്കാൻ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് മക്കളെ. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഗുളിക കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനൊരു ഏകദേശം ഇപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് നിർത്താമെന്ന് കരുതി. ഫ്രിഡ്ജിലുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. തണുപ്പല്ലേ, അപ്പോൾ ഒക്കെ തണുപ്പ് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇതൊക്കെ പച്ചക്കറിയും പിന്നെ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് തണുപ്പ് പോകാൻ വേണ്ടി വെച്ചിട്ടോ, തൊണ്ടക്കൊക്കെ ഒരു ഇതുള്ളതുകൊണ്ടേ. അപ്പോൾ ഒക്കെ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആപ്പിൾ, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ ബദാമും, പിന്നെ വാൾനട്ട്, അത്തിപ്പഴം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട്
കഴിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഫുഡ് നിർത്തിയത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ഫുഡായിരുന്നു ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഞാൻ കഴിച്ചിട്ടുള്ളൂ. നാളെ വെയിറ്റൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കുറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുമ്മു ഞാൻ ഇത് കഴിക്കണുണ്ട്. ഇതുമ്മുനെ വിളിച്ചിട്ടോ. അപ്പോൾ ഓളിങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഓൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ക്യാരറ്റും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഓൾ വന്നാണ് അതിൽ നിന്ന് ഓടി വരുന്നുണ്ട്. ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ ക്യാരറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കുമ്പർ അങ്ങനെ വലിയ താല്പര്യമില്ലെങ്കിലും ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അതങ്ങനെ കഴിച്ചോളൂ. അതാ അവിടെ ക്യാരറ്റ് കഴിക്കുന്നുണ്ട് അവൾ. കുളിക്കാൻ പറഞ്ഞാൽ ഇതുവരെ പോയിട്ടില്ല. കുളിക്കാൻ അങ്ങനെ തട്ടിമുട്ടി നിൽക്കട്ടെ. മഴയായിട്ട് അവൾക്കും മടി. വേഗം കുളിച്ച് പോരും എന്നൊക്കെ പറഞ്ഞ് പിന്നെയും മഴ ഒന്നും അങ്ങോട്ട് നിൽക്കുമ്പോൾ അവൾ സൈക്കിളോട്ടാൻ പോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം. പക്ഷേ എനിക്കുണ്ടോ, എനിക്ക് വയ്യ, തീരെ വയ്യ, ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നാളെ വരാം വലിയ വീഡിയോ ആയിട്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.